നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് പേര് ചോദിക്കണ്ടായിരുന്നു, പുതിയ ഫോൺ മേടിച്ചല്ലോ, വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈപോഡ് മേടിച്ച്, എന്നിട്ടും വീഡിയോസ് ഒന്നും കാണുന്നില്ല, ട്യൂട്ടോറിയൽ വരുന്നില്ല, റിവ്യൂസ് വരുന്നില്ല, എന്താ കാര്യം എന്ന് ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ ടേബിളിൻ്റെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലാണ്. ഇതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. കാരണം മെയിനായിട്ടും കാരണം ഇതുണ്ടോ, ഒരു പുതിയ ഡ്രോയിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഔട്ട്ലൈൻ വരയ്ക്കുന്നുള്ളൂ, ക്ലിയർ ആയിട്ട് കാണത്തില്ല, തീരെ ലൈറ്റ് ആയതുകൊണ്ട്. പിന്നെ ഇതിന് താഴെ വേറെ ഒരു വർക്ക് ഷെയ്ഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഇടാൻ ഇച്ചിരി നല്ല ഡിലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ഇത് തിങ്കളാഴ്ച പോകാനുള്ളതാണ്. തിങ്കളാഴ്ച കൊറിയർ അയച്ചിട്ട് വേണം അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം, എനിക്ക് ആദ്യമായിട്ടൊരു ഫാമിലി ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. 4 പേരുടെ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രോയിങ് ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്, 4 പേര് വരുന്നൊരു ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി പുതിയ പേപ്പർ മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂസ് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ 2 ഡ്രോയിങ് കൊറിയർ അയക്കാൻ നേരത്ത് ഇതിൻ്റെ പാക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഇത് മൈസൂർ പോകാനുള്ള, ഇത് കേരളത്തിൽ തന്നെ. അപ്പോൾ ഇതിന് 2ൻ്റെ പാക്കിങ്ങിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. എങ്ങനെ സിമ്പിളായിട്ട് പാക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ അയക്കുന്നതെന്ന് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടി ഇത്രയും കുറച്ച് മെറ്റീരിയൽസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ബാക്കിയുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കിയിട്ട് വന്നിട്ട് ഈ ഉള്ളൊരു കുറച്ച് മെറ്റീരിയൽസിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ വർക്കെല്ലാം മാറ്റി വെച്ചിട്ട് മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മെറ്റീരിയൽസാണ് പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ മെറ്റീരിയൽസും യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ വീഡിയോയിൽ, ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏതിൻ്റെയൊക്കെ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് ആ വീഡിയോസ് തന്നെ ആദ്യം ചെയ്യാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഏതൊക്കെ മെറ്റീരിയലാണെന്ന് ഫുള്ള് നോക്കിയിട്ട് വരാം. നമ്മളിവിടെ ഇരിക്കുന്ന ആദ്യത്തെ പെൻസിൽ നോക്കുകയാണെങ്കിൽ ആർട്ട്ലൈൻ്റെ പെൻസിൽസാണ്. ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ 10B പെൻസിൽ ഒരുപാട് കൂടുതലുണ്ട്. ഞാനിപ്പോൾ ഹെയർ വരയ്ക്കാനാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാനാണെങ്കിലും നല്ല ഡാർക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാനൊക്കെ ആണെങ്കിലും ഈ ഒരു 10B പെൻസിൽ അധികം യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഡാർക്കായിട്ടുള്ള വാല്യൂസ് നമുക്ക് ഈ ആർട്ട്ലൈൻ്റെ 10B പെൻസിലിൽ നിന്ന് കിട്ടും. നല്ല റേറ്റ് കുറവോ, ഒരു പീസിന് എന്തോ 12-15 റേഞ്ചൊക്കെ വരുന്നുള്ളൂ. അപ്പം നല്ല രീതിയിൽ ഡാർക്കായിട്ടുള്ള വാല്യൂസ് നമുക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു പെൻസിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ആർട്ട്ലൈൻ്റെ കിട്ടാതെ വന്നപ്പോഴത്തേക്കും ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു അപ്സരയുടെ ആണെങ്കിലും നമുക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ, ആർട്ട്ലൈൻ്റെ ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് 10B പെൻസിലിൽ. അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുള്ള വാല്യൂസ് കിട്ടുന്നുണ്ട്. അധികം ട്രൈ ചെയ്തില്ലായിരുന്നു. അപ്പോഴത്തേക്കും അടുത്ത ആർട്ട്ലൈൻ്റെ സെറ്റ് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചായിരുന്നു. പിന്നെ ഈ ഇരിക്കുന്ന അപ്സരയുടെ 2H പെൻസിലാണ്. 2H പെൻസിൽ ഔട്ട്ലൈൻ വരയ്ക്കാനും ഗ്രിഡ് വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റ് ആയിട്ടുള്ള പെൻസിലാണ്. 2H വേണമെങ്കിൽ യൂസ് ചെയ്യാം, HB വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 4H കിട്ടുവാണെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള പെൻസിലാണ് 4H. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെഡ്ലറിൻ്റെ പെൻസിലുണ്ട്. സ്റ്റെഡ്ലറിൻ്റെ സെറ്റായിട്ട് ഇതുവരെയായിട്ട് മേടിച്ചിട്ടില്ല. ഞാൻ അധികം യൂസ് ചെയ്യുന്ന 8Bയും അതുപോലെ തന്നെ നമ്മുടെ 4Bയും HB ഒക്കെ ഉള്ളു. അപ്പോൾ ഈ ഒരു 3 പെൻസിൽ ഏറ്റവും അധികം മേടിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ HB കിട്ടാതെ വന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ 2B പെൻസിൽ പറഞ്ഞ ഇടയ്ക്ക് മേടിച്ച്. അപ്പോൾ ആ ഒരു 2B പെൻസിൽ ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല അത്. പിന്നെ ഈ ഒരു 8B പെൻസിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 10B പോലെ തന്നെ സ്റ്റെഡ്ലറിൻ്റെ 8B പെൻസിലും അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. 10Bയുടെ അത്രയും ഇല്ല എങ്കിലും ഡാർക്കായിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. പിന്നെ സ്റ്റെഡ്ലറിൻ്റെ ഈ പെൻസിൽ, ഇത് 2 ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ടില്ല, അത് കാരണം അധികം യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ റിവ്യൂ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ 8B പെൻസിൽ, ഇത് ബ്ലാക്കിൻ്റെ അത്യാവശ്യം ഡാർക്കായിട്ടുള്ള വാല്യൂസാണ്. പക്ഷേ ഈ പോലെ തന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വരുന്നതാണ് ഫേബർ കാസ്റ്റലിൻ്റെ 9000 സീരീസ്. ഇത് മേടിച്ച് കുറച്ചായേ ഉള്ളൂ, പക്ഷേ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 4-5 പോർട്രേറ്റ് മുകളിൽ വരച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് സ്റ്റെഡ്ലർ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെൻസിലാണ്. വുഡിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഗ്രാഫൈറ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ സെറ്റായിട്ട് മേടിക്കാത്തതിൻ്റെ റീസൺ ഇതാണ്. ഇപ്പോൾ ഈ ഒരു സെറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ കാണാം, ഞാൻ എല്ലാ പെൻസിലും യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു 3 പെൻസിൽ ഫ്രഷ് പീസ് പോലെ തന്നെ ഇരിക്കുക. പക്ഷേ അതിൻ്റെ അകത്തുള്ള 8B ആണെങ്കിലും 4B ആണെങ്കിലും HB ആണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3 പെൻസിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി ഗ്രേഡ് നമുക്ക് ആവശ്യം വരുന്നില്ല. അത് കാരണം സെറ്റായിട്ട് മേടിക്കുന്ന വേസ്റ്റാണ്. അതുകൊണ്ടാണ് അധികം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സെറ്റായിട്ടല്ലാതെ നമുക്ക് ലൂസായിട്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെ മേടിക്കാം. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു 3 പെൻസിൽസ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ പെൻസിൽസാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വരും. അങ്ങനെ നമ്മുടെ ഗ്രാഫൈറ്റിൻ്റെ സെക്ഷൻ ഫുള്ള് കഴിഞ്ഞ് ഗ്രാഫൈറ്റിൻ്റെ പെൻസിൽസ് എല്ലാം നോക്കി.
ഇനി ചാർക്കോൾ പെൻസിലിൽ നമ്മുടെ ക്യാമലിൻ്റെ സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ നല്ല റേറ്റ് കുറവും അതുപോലെ തന്നെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള പെൻസിലാണ് ക്യാമലിൻ്റെ ചാർക്കോൾ പെൻസിൽസ്. ആദ്യം എടുത്ത് ഇതുപോലത്തെ ഒരു സെറ്റായിരുന്നു, പക്ഷേ ഇതുപോലത്തെ സെറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഈ സെറ്റ് അല്ലാതെ ഈ ഒരു സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ, ഈ ഒരു ചാർക്കോൾ പെൻസിൽ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം 15 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പെൻസിലും കൊണ്ട് തന്നെ ഈ ഒരു 3 വാല്യൂസും സോഫ്റ്റ്, മീഡിയം, ഹാർഡ്, അതായത് ലൈറ്റ്, മീഡിയം, ഡാർക്ക്, അപ്പം ഈ 3 വാല്യൂസും നമുക്ക് ഈ ഒരു സോഫ്റ്റ് പെൻസിലും കൊണ്ട് കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നതാണ് ഈ ഒരു സോഫ്റ്റ് പെൻസിൽ, അറ്റത്ത് ഈ ഒരു ബ്ലൂ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കറ്റോടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഹെയർ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഹെയറിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പെൻസിൽ തന്നെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമലിൻ്റെ പെൻസിൽ ഇടയ്ക്ക് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു മോണ്ട് മാർട്ടിൻ്റെ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പെൻസിൽ തന്നെ കേട്ടോ. പക്ഷേ നമുക്ക് നോർമൽ സാധാ ഷാർപ്പനറും കൊണ്ട് കട്ടറും കൊണ്ട് നമുക്ക് വെട്ടി എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നൈഫ് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. ഇതുപോലത്തെ നൈഫ് എന്തെങ്കിലും യൂസ് ചെയ്ത് ഷാർപ്പൻ ചെയ്യേണ്ടി വരും. അകത്ത് കയറത്തില്ല ഈ ഒരു പെൻസിൽ. ഇച്ചിരിയുടെ തിക്നെസ് കൂടിയ പെൻസിലാണ്. പിന്നെ ഹൈലൈറ്റ് കൊടുക്കാൻ പലരുടെയും വീഡിയോസ് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു ഈ ഒരു വൈറ്റ് ചാർക്കോൾ പെൻസിൽ. പക്ഷെ അത്രയും യൂസ് വരത്തില്ല. നമുക്ക് ഹൈലൈറ്റ്സ് ഇതുകൊണ്ട് കൊടുക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ലതായിട്ട് നമുക്ക് ഇറേസർ വെച്ചുകൊണ്ട് ഹൈലൈറ്റ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം ഇത് മേടിച്ച വേസ്റ്റ് ആയിപ്പോയി, അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്കിത് യൂസ് വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കളേർഡ് ആയിട്ടുള്ള പേപ്പറിലൊക്കെ എന്തെങ്കിലും ഡ്രോയിങ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പെൻസിൽ ഇത്. പക്ഷേ ഹൈലൈറ്റ്സ് കൊടുക്കാനായിട്ട് ഇത് മേടിക്കുക വേണ്ട, വലിയ യൂസ് വരത്തില്ല. പിന്നെ ചാർക്കോൾ പെൻസിൽസ് കഴിഞ്ഞിട്ട് അടുത്ത യൂസ് ചെയ്യുന്ന വില്ലോ ചാർക്കോളുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചാർക്കോൾ അത്. പിന്നെ കംപ്രസ്ഡ് ചാർക്കോൾ വരുന്നത്, ഇത് നല്ല രീതിയിൽ പൗഡർ ഫോം ചെയ്യും. നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മെക്കാനിക്കൽ പെൻസിൽ, എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് പലർക്കും അറിയാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇടുന്നതെല്ലാം കാണുമ്പം മെക്കാനിക്കൽ പെൻസിൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് ഷാർപ്പൻ ചെയ്യേണ്ടെന്ന് ഓർത്തണ്ട, ഈ ഒരു മെക്കാനിക്കൽ പെൻസിൽ ഒരുപാട് യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് ഷാർപ്പൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു മെക്കാനിക്കൽ പെൻസിൽസ് ആയിരുന്നു. ഈ നോർമൽ 15-20 രൂപയ്ക്ക് കിട്ടുന്നത്. പിന്നെ ഇത് നമ്മുടെ ജോമെട്രി ബോക്സിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ഒരു പെൻസിലാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 10-15 രൂപയ്ക്ക് മേടിക്കുന്ന മെക്കാനിക്കൽ പെൻസിൽ നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല എത്ര നാളെ നിൽക്കും. ചിലപ്പോൾ ഒരാഴ്ച നിൽക്കും, ചിലപ്പോൾ ഒരു മാസം നിൽക്കും, ചിലപ്പോൾ ഒരു വർഷം അതിന് മുകളിലൊക്കെ നിൽക്കും. അപ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ല. ബിൽഡ് ക്വാളിറ്റി കുറച്ച് ലോയാണ്. പക്ഷേ റേറ്റ് കൂടിയ മെക്കാനിക്കൽ പെൻസിൽ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. അല്ലാതെ വേറെ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതിൻ്റെ യൂസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പെൻസിൽ ട്രൈ ചെയ്യണമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെക്കാനിക്കൽ പെൻസിലല്ല, കുറച്ചുകൂടെ റേറ്റ് ഉള്ളത്, ഏകദേശം 160-180 റേഞ്ച്, ഒരു മീഡിയം റേഞ്ചിലുള്ളൊരു പെൻസിൽ ട്രൈ ചെയ്ത്. സക്കൂരയുടെ വരുന്ന 0.5 mm 2 മെക്കാനിക്കൽ പെൻസിലാണിത്. ഇതിൻ്റെ അകത്ത് 4Bയുടെ ലെഡും ഇതിൻ്റെ അകത്ത് HBയുടെ ലെഡുമാണ് യൂസ് ചെയ്യുന്നത്. 4Bൻ്റെ ലെഡ് വരുന്ന നമ്മുടെ പെൻറ്റലിൻ്റെ 0.5 mm ഈ ഒരു ലെഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ HP ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി, നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന ഏതാണെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു HP ഉണ്ട്. പിന്നെ 2H ഉണ്ട്. 2H ഞാൻ പറഞ്ഞായിരുന്നു ഔട്ട്ലൈനും ഗ്രിഡും ഒക്കെ വരയ്ക്കാൻ നല്ല യൂസാണ്. പക്ഷേ ഇപ്പം അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല, പെൻസിൽ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന ഈ ഒരു പേന വൈറ്റ് ജെൽ പെൻ എന്ന് പറയും. വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി, ഇപ്പം കണ്ണിൻ്റെ അകത്ത് വൈറ്റ് ആയിട്ടുള്ള ഡോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത്. പിന്നെ ഈ ഒരു സംഭവം ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. അതായത് നമ്മുടെ പെൻസിൽ, നേരത്തെ പറഞ്ഞ 8Bയുടെ പെൻസിലായത്, ഇത്രയും കുഞ്ഞായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഒറ്റ കൈ കൊണ്ടായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. ഇപ്പോൾ പെൻസിൽ എത്ര കുഞ്ഞായാലും നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ പേര് പെൻസിൽ ഹോൾഡർ എന്നാണ്. ഏകദേശം 30-40 രൂപ വരും. നമുക്ക് ഈസി ആയിട്ട് ചെറിയ പെൻസിലൊക്കെ പിടിക്കാനും ഷാർപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൂളാണിത്. ഇത് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ യൂസ് ചെയ്യുന്ന ഒരു മഷി ഇല്ലാത്ത ഒരു പേന യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമുക്ക് ഇൻറ്റൻറ്റിങ് അല്ലെങ്കിൽ ഇൻറ്റൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു മെത്തേഡുണ്ട്. അതായത് നമുക്ക് വൈറ്റ് ആയിട്ടുള്ള ഹെയർസൊക്കെ വരയ്ക്കാനും ആ ഹെയറിൽ ചെറിയ രീതിയിൽ ഹൈലൈറ്റ് കൊടുക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു പേന യൂസ് ചെയ്യാം. ഇൻറ്റൻറ്റിങ് യൂസ് ചെയ്ത് വൈറ്റ് ഹെയർസ് വരയ്ക്കാൻ പറ്റും.
അപ്പോൾ അതിന് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്ത പേനയായിരുന്നത്. നമുക്ക് ഏത് പേന വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റൻറ്റിങ് ടൂൾസ് നമുക്ക് മേടിക്കാൻ കിട്ടും, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്രയും ഇൻറ്റൻറ്റിങ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇറേസർ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പെൻസിൽ നൈഫ് വെച്ച് ഷാർപ്പൻ ചെയ്യാം. ഈ നൈഫ് വെച്ച് ഷാർപ്പൻ ചെയ്യുന്ന നേരത്ത് കിട്ടുന്ന പൗഡേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചാർക്കോളിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ അധികം പൗഡർ ഒരുപാട് യൂസ് ചെയ്യാത്തതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ടിയ പൗഡറെല്ലാം ആ ഒരു ഷാർപ്പൻ ചെയ്യുന്ന നേരത്ത് തന്നെ കിട്ടും. അപ്പോൾ കുറച്ച് എമൗണ്ട് അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പെൻസിലിൻ്റെ സെക്ഷൻസ് ഫുൾ കഴിഞ്ഞ്, ഗ്രാഫൈറ്റ് കഴിഞ്ഞ്, ചാർക്കോൾ കഴിഞ്ഞ്, പിന്നെ നമ്മുടെ പൗഡർ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, ലെഡ് പറഞ്ഞ്, പിന്നെ ആ പെൻസിൽ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള കട്ടർ തന്നെ, ഷാർപ്പനർ തന്നെ വെച്ച് ഷാർപ്പൻ ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ചില പെൻസിൽസ് മാത്രം ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി നൈഫ് യൂസ് ചെയ്യും. നൈഫിൻ്റെ റീഫിൽ ചെയ്ത് ഇതിൻ്റെ അകത്ത് ബ്ലേഡ്സ് ഉണ്ട്, അപ്പം ഈ ഒരു നൈഫ് യൂസ് ചെയ്തും ഷാർപ്പൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞ് നമ്മൾ ഇനി അറ്റത്ത് വരുവാണെങ്കിൽ ബ്ലെൻഡിങ് ടൂൾസ് ഉണ്ട് ഇത്രയും. അപ്പോൾ ബ്ലെൻഡിങ് ടൂൾസ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ മേടിച്ചിരുന്ന ബ്ലെൻഡിങ് സ്റ്റമ്പ്, പക്ഷേ ഇതധികം ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇപ്പം തീരെ ചെറിയ പോർഷൻസൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ബ്ലെൻഡിങ് സ്റ്റമ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി സാൻഡ് പേപ്പറുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നതാണ് മേക്കപ്പ് ബ്രഷ് ഉണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യാൻ വേണ്ടി മേക്കപ്പ് ബ്രഷിന് പകരം ഇതുപോലത്തെ ഒരു വാട്ടർ കളർ ബ്രഷ് വേണമെങ്കിലും ഫ്ലാറ്റ് ബ്രഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ടിഷ്യൂ പേപ്പർ അത്യാവശ്യം കുറേ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബിഗിനേഴ്സിന് പറ്റിയൊരു ബ്ലെൻഡിങ് ടൂളാണ് നമ്മുടെ ബഡ്സ്. ഇപ്പം അങ്ങനെ ബഡ്സ് ഞാൻ ഒട്ടും യൂസ് ചെയ്യാറില്ല. സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ബഡ്സ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പെൻസിൽ നോക്കി, ഷാർപ്പനേഴ്സ് എല്ലാം നോക്കി, ബ്ലെൻഡിങ് ടൂൾസ് നോക്കി, അടുത്ത് ഇനി ഇറേസറിലോട്ട് വരാം. ഇറേസർ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള റബ്ബറില്ലേ, അപ്സരയുടെയൊക്കെ വരുന്ന ആ നോർമലായിട്ട് കിട്ടുന്ന റബ്ബർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നെഡബിൾ ഇറേസറുണ്ട്. നെഡബിൾ ഇറേസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇറേസറാണ്. അത്യാവശ്യം നല്ല ടൂളാണ് അത്. പിന്നെ നമ്മുടെ മോണോ ഇറേസറുണ്ട്. ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റിയ ടൂളാണ്. അപ്പം അതിൻ്റെ റീഫിലുണ്ട്. ഈയിടെ റീഫിൽ ഇറേസർ റബ്ബർ തീർന്നു പോയപ്പോഴത്തേക്കും മേടിച്ചാണ്. ഇതാണ് തീർന്ന പീസ് ഇത്. അപ്പോൾ ഇത് തീർന്നപ്പോഴത്തേക്കും പുതിയ റീഫിൽ മേടിച്ചിരുന്നത്. പിന്നെ ഈ ഒരു ഇറേസർ ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നോർമൽ രീതിയിൽ നമുക്ക് സാധാരണ റബ്ബർ യൂസ് ചെയ്യുന്നതല്ല യൂസ് ചെയ്യാം. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇറേസർ യൂസ് ചെയ്യുന്നതല്ല തന്നെ ഹൈലൈറ്റ്സ് കൊടുക്കാൻ പറ്റും. അപ്പം കുറച്ച് പേര് എന്നോട് ചോദിച്ചപ്പോഴത്തേക്കും ട്രൈ ചെയ്തിട്ട് അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നത്. ഏകദേശം 55 രൂപ അടുത്ത് വരും. തൊട്ടടുത്തുള്ള ഷോപ്പിലൊക്കെ നോക്കിയാൽ മതി. ഇതുപോലെ ഇങ്ങനെ പുഷ് ചെയ്ത് നമ്മുടെ സാറിന് ഈ ഒരു നൈഫില്ലേ, ഈ നൈഫ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പുഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഇത്ര ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇറേസ് ചെയ്തെടുക്കാം. പിന്നെ വരുന്ന ഇലക്ട്രിക് ഇറേസറാണ്. ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇറേസ് ചെയ്തെടുക്കാവുന്ന ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള ഇറേസറാണ്. അതിൻ്റെ റീഫിലും കാര്യങ്ങളായിരിക്കുന്നത്. അപ്പം ടൂൾസ് എല്ലാം ഒട്ടുമിക്കെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പേപ്പർ യൂസ് ചെയ്യുന്ന പിന്നെ നമ്മൾ പേപ്പർ യൂസ് ചെയ്യുന്ന ഫാബ്രിയാനോടെ 200 GSM വരുന്ന മീഡിയം ടെക്സ്ചർ, പിന്നെ ബ്രസ്റ്റോടെ മീഡിയം ടെക്സ്ചർ. ഇത് A4-ലും കിട്ടും, A3-ലും കിട്ടും. മീഡിയം ടെക്സ്ചർ ആയിട്ടുള്ള രണ്ടും ഏകദേശം ഒരേ ക്വാളിറ്റി തന്നെ വരുന്നത്. കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം ഫാബ്രിയാനോടെ 200 GSM വരുന്ന മീഡിയം. സ്റ്റാർട്ടിങ് തൊട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ ബ്രസ്റ്റോ ആയിരുന്നു. പിന്നെ ഇത് ഈയിടെ മേടിച്ചായിരുന്നു. ഈ ഒരു പേപ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫാമിലിയുടെ ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ പോകുന്ന ഈ ഒരു പേപ്പറിലാണ്. 4 പേരുടെ A3 സൈസാണിത്. അത്യാവശ്യം എങ്ങനെ ഉണ്ടെന്ന് ആ ഒരു പോർട്രേറ്റ് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇത് മുൻപ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു, കുറച്ചായുള്ളൂ മേടിച്ചിട്ട്, വരയ്ക്കാൻ പോകുന്നുള്ളൂ. അപ്പം അതിന് മുൻപ് യൂസ് ചെയ്തിട്ടിരുന്ന പേപ്പർ ഈ ഒരു മീഡിയം ടെക്സ്ചർ 2 പേപ്പറായിരുന്നു. ഇത് അൾട്രാ സ്മൂത്താണ്. ടെക്സ്ചർ തീരെ കുറവാണ് ടെക്സ്ചർ. ഒട്ടും റഫ് അല്ലാത്ത പേപ്പറാണ് ഇത്. ഇതിൻ്റെ അകത്താണെങ്കിൽ രണ്ടിൻ്റെ അകത്തും ചെറിയ ടെക്സ്ചർ വരുന്നുണ്ട്. ചെറിയ രീതി റഫ്നെസ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടെ റഫായിട്ടുള്ള പേപ്പർ ഇത് വെച്ച് നോക്കാൻ നേരത്ത്. അപ്പം ഇത് രണ്ടും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള. പിന്നെ നമ്മുടെ പേപ്പർ നമ്മുടെ ടേബിളിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡിലാണെങ്കിലും നമുക്ക് ഒട്ടിച്ച് വെക്കാൻ നേരത്ത് യൂസ് ചെയ്യുന്ന ടേപ്പായത് മാസ്കിംഗ് ടേപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് തീരാറായി. ഇതിൻ്റെ ഒരു ഫ്രഷ് പീസ് ആയിരിക്കുന്നത്. ഇതുപോലത്തെ ടേപ്പ് ഇത് യൂസ് ചെയ്യാറുണ്ട്. ആ ഗ്രാഫൈറ്റ് ഒന്നും ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ ആയത്. ഇത് എല്ലാം തീർന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്പ്രേ ഏകദേശം 250 വരും. ഫിക്സേറ്റീവ് സ്പ്രേ എന്ന് പറയും. അപ്പോൾ അത്യാവശ്യം ഈ ഒരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാഫൈറ്റ്
ആ പേപ്പറിൽ നിന്ന് നമ്മൾ തൊടുമ്പോൾ ഒന്നും കയ്യിലൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിന് മെറ്റീരിയൽസ് അല്ലാതെ വാട്ടർ കളർ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെയ്തിട്ടില്ല. ക്യാംലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളറുണ്ട്, അതിൻ്റെ ഒരു സെറ്റ് മേടിച്ചായിരുന്നു. പിന്നെ നമുക്ക് വാട്ടർ കളർ അല്ലാതെ കുറച്ചുകൂടെ കളറിൻ്റെ മെറ്റീരിയൽസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കളറിൻ്റെ ഇതുവരായിട്ടും അധികമൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും മെറ്റീരിയൽസ് എല്ലാം ചുമ്മാ മേടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അക്രിലിക്കിൻ്റെ കുറച്ചുണ്ട്. പിന്നെ പെൻസിൽ കളറ് ഫേബർ കാസ്റ്റലിൻ്റെയും സ്കിൻ ടോൺ മോണ്ട് മാർട്ടിൻ്റെ സ്കിൻ ടോണും കളർ പെൻസിൽസും. ഇത്രയും കളർ പെൻസിലുണ്ട്. പിന്നെ സ്കെച്ച് പെന്നൊക്കെ പഴയതെന്തോ ഇരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വാട്ടർ കളറും അക്രിലിക്കൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് ബ്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ കളറിന് ഇത്രയും മെറ്റീരിയൽസേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അധികം ട്രൈ ചെയ്യാറില്ലായിരുന്നു. അപ്പം ഇത്രയും കളർ മെറ്റീരിയൽസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സമയം കിട്ടുമ്പോൾ വാട്ടർ കളറും അക്രിലിക്കും കളർ പെൻസിലും എല്ലാം ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഇത്രയും മെറ്റീരിയൽസാണ് മൊത്തത്തിലുള്ള. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും അധികം ഒന്നും എല്ലാം യൂസ് ചെയ്യാറില്ല. ഫിക്സേറ്റീവ് എന്താണെങ്കിലും യൂസ് ചെയ്യും, പിന്നെ പേപ്പർ യൂസ് ചെയ്യും, പിന്നെ നൈഫ്, ഷാർപ്പനർ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അധികം പോർട്രേറ്റ് വരയ്ക്കാൻ നേരത്ത് എടുക്കുന്ന അല്ലെങ്കിൽ പോർട്രേറ്റ് വരയ്ക്കാൻ നേരത്ത് യൂസ് ചെയ്യുന്ന പെൻസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഫേബർ കാസ്റ്റലിൻ്റെ, കാരണം അത് കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഫേബർ കാസ്റ്റലിൻ്റെ 8B പെൻസിൽ, അതുപോലെ തന്നെ 4B, പിന്നെ HB, ഈ ഒരു 3 പെൻസിലാണ് ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ നേരത്ത് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള വാല്യൂ, അതുപോലെ തന്നെ മിഡ് ടോൺ കൊടുക്കാൻ വേണ്ടി 4B, പിന്നെ ഏറ്റവും ലൈറ്റ് ആയിട്ട് HB. അപ്പം ഫേബർ കാസ്റ്റലിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ്ലറിൻ്റെ ആണെങ്കിലും ആർട്ട് ലൈൻ്റെ ആണെങ്കിലും ഈ ഒരു 3 ഗ്രേഡ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആർട്ട് ലൈൻ്റെ 10B അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ട് ഏറ്റവും ഡാർക്കായിട്ടുള്ള വാല്യൂക്ക് ആ ഒരു പെൻസിലും യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ആ ഒരു 10B പെൻസിൽ ഒരുപാട് യൂസ് വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഷെയ്ഡിങ്ങിനൊക്കെ അതൊക്കെ. പിന്നെ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഈ ഒരു HB പെൻസിൽ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ അപ്സരയുടെ 2H പെൻസിൽ. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് ഏതെങ്കിലുമാണ് നമ്മുടെ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെൻസിൽസ് പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടി ഞാൻ അധികം യൂസ് ചെയ്യുന്നത് അത്. പിന്നെ ബ്ലെൻഡിങ്ങിന് ഞാൻ പറഞ്ഞ പോലെ മേക്കപ്പ് ബ്രഷ്, ടിഷ്യൂ പേപ്പർ, ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇറേസർ 3 യൂസ് ചെയ്യാറുണ്ട്, കാരണം 3 ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഓരോന്നിനും ഓരോ യൂസാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം അതിൻ്റെ റിവ്യൂസ് ചെയ്യാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോർമൽ ഇറേസർ ആണെങ്കിലും, നെറ്റബിൾ ഇറേസർ ആണെങ്കിലും, ഇലക്ട്രിക് ഇറേസർ ആണെങ്കിലും, നമ്മുടെ മോണോ സീറോ ഇറേസർ ആണെങ്കിലും, ഇതിനെല്ലാം സെപ്പറേറ്റ് യൂസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള യൂസിന് പോർട്രേറ്റ് വരയ്ക്കാൻ നേരത്തെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളായിരുന്നു. ഇനി വരുന്ന വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ, ഏതെങ്കിലും മെറ്റീരിയൽ റിവ്യൂ ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാം. കൂടുതൽ മെറ്റീരിയൽസ് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.